ഇപ്പോൾ റീസെൻ്റ്ലി കേട്ടൊരു കാര്യമുണ്ട്. സ്റ്റുഡൻസിനെ US വെൽക്കം ചെയ്യുന്നില്ല, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ എന്ന്. ഇതിൽ സാറിൻ്റെ ഒരു തോട്ട് എന്തായിരിക്കും? ഞാനും കേട്ടിരുന്നു അങ്ങനെ കുറച്ച് നാൾ ഒരു അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്നില്ല, അല്ലെ വിസാസിൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളൊരു അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനൊരു ഇൻ റിയാലിറ്റി അങ്ങനൊരു ഫാക്റ്റ് ഇല്ല. ഓക്കെ. ഡെഫിനറ്റ്ലി എല്ലാ സ്റ്റുഡൻസിനെയും US വെൽക്കം ചെയ്യുന്നുണ്ട്, പ്രൊവൈഡഡ് അവരൊരു ജെനുവിൻ സ്റ്റുഡൻ്റ് ആകണം. അതാണ് അവിടെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. സോ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി സ്റ്റുഡൻറ്റിൻ്റെ ആണ്. അങ്ങനെയുള്ള ഏതൊരു വിദ്യാർത്ഥിയും US എന്നല്ല ഏതൊരു ഡെസ്റ്റിനേഷനും ഡെഫിനറ്റ്ലി വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ US കോണ്ടെക്സ്റ്റിൽ തന്നെ പറയുകയാണെങ്കിൽ അവരൊരു സ്റ്റുഡൻറ്റിനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കും. എല്ലാ കൺട്രി ചെയ്യുന്ന പോലെ തന്നെ അവർ എടുത്തിരിക്കുന്ന ഒരു കോഴ്സ്, എടുത്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, മേ ബി ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കി അവരൊരു ഇൻ്റർവ്യൂ കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു രാജ്യം US എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ അവർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഒരു രാജ്യം എല്ലാ സ്റ്റുഡൻസിനെയും വെൽക്കമിങ് ആണ്. ആൻഡ് അതുപോലെ തന്നെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ആണെങ്കിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് അല്ലേ US വരുമ്പോൾ? ഡിഫറെൻ്റ് ആണ്. ഡെഫിനറ്റ്ലി അവർ സ്റ്റേ ബാക്കും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു STEM പ്രോഗ്രാമിൻ്റെ എക്സാക്ട്ലി STEM പ്രോഗ്രാംസിനുള്ളവർക്ക് മാത്രമാണ് അവിടെ സ്റ്റേ ബാക്ക് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്റ്റേ ബാക്ക് കൊടുക്കുന്നത്, എങ്ങനെയാണത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ STEM പ്രോഗ്രാംസ് പഠിച്ചവർക്ക് ഡെഫിനറ്റ്ലി അവർ സ്റ്റേ ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് മാത്രം കൊടുക്കുന്നത് വെച്ചാൽ അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ആ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ദാറ്റ് മീൻസ് അവർക്കാണ് ഏറ്റവും കൂടുതൽ അവരൊരു ജോലി സാധ്യതയുള്ളത്. സോ അപ്പോൾ ഒരു STEM എടുത്തിട്ട് പോകുന്നൊരു സ്റ്റുഡൻറ്റിന് ഡെഫിനറ്റ്ലി സ്റ്റേ ബാക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പെർമനൻറ്റ് ജോലി കിട്ടാനുള്ള ഒരു ചാൻസസും എക്സ്ട്രീംലി ഹൈ ആണ്, പ്രൊവൈഡഡ് അവരുടെ ടോപ്പായിട്ട് സ്റ്റഡീസിലും അതേപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിലും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ.